അതെ, നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നാണ് നമ്മൾ നോക്കാം. ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഞാൻ ഐ ആം. പലപ്പോഴും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഐ ആമിലാണ് തുടങ്ങുന്നത്, അല്ലേ? ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, ഐ ആം വാച്ചിങ് ടെലിവിഷൻ എന്ന് പറയുന്ന പോലെ ഐ ആം വെയിറ്റിംഗ്. ഐ ആം വെയിറ്റിംഗ് എവിടെ? വേർ? ഐ ആം വെയിറ്റിംഗ് ഇൻ ദ ബസ് സ്റ്റോപ്പ്. ഇൻ എ ബസ് സ്റ്റോപ്പ് എന്നും പറയാം. ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബസ് അല്ല. സോ ഐ ആം വെയിറ്റിംഗ് ഇൻ ദ ബസ് സ്റ്റോപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ബസ് ടു കം. ബസ് വരാൻ വേണ്ടിയിട്ട്, അല്ലേ? ഐ ആം വെയിറ്റിംഗ് ഇൻ ദ ബസ് സ്റ്റോപ്പ് ഫോർ ദ ബസ് ടു കം. ഇൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ബസ് സ്റ്റോപ്പിന് അകത്തിരിക്കുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരാളോട് പറയും, അതെ ഞാൻ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാം. ബസ് സ്റ്റോപ്പിന് അകത്തല്ല, ബസ് സ്റ്റോപ്പിന്റെ അടുത്ത്. അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിന് അകത്തല്ല, ബസ് സ്റ്റോപ്പിന് അരികിലാണ്, ബസ് സ്റ്റോപ്പിന് അടുത്താണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പറയും? ഐ ആം വെയിറ്റിംഗ് ബൈ. ഐ ആം വെയിറ്റിംഗ് ബൈ ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ്. ഉള്ളിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പറയും ഐ ആം വെയിറ്റിംഗ് ഇൻ ദ ബസ് സ്റ്റോപ്പ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ബസ് ടു കം. ബസ് വരാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിൾ ഇംഗ്ലീഷ് പഠനം തുടരുക. ഞാൻ ബസ്സിന് വേണ്ടി കാത്തിരിക്കട്ടെ. I am in the bus stop and I am waiting for the bus to come. കാണുക, മുടങ്ങാതെ സിമ്പിൾ ഇംഗ്ലീഷ് പഠിക്കുക. ഇംഗ്ലീഷ് രസകരമായി സൂര്യയോടൊപ്പം.